പൂർണ്ണ സുഖപ്രാപ്തി എന്ന നിലയിൽ രോഗികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഹോമിയോപ്പതിക്ക് വലിയ പങ്കുണ്ടെന്ന് മോഡേൺ ഗ്രൂപ്പ് ഓഫ് ഹോമിയോപ്പതിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ദമ്പതികളായ ഡോക്ടർ കെ.ജി. സുനിലും ഡോക്ടർ മഞ്ജു സുനിലും കേരള വിഷനോട് പറഞ്ഞു. ഡോക്ടേഴ്സ് ദിനത്തിൽ ഹോമിയോപ്പതിക്കും അതിൻ്റെതായ പങ്കുണ്ടെന്നും നിരവധി ആളുകൾ ഈ ചികിത്സാ സമ്പ്രദായം പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നും ഇരുവരും പറഞ്ഞു. ജൂലൈ 1 രാജ്യം ഡോക്ടേഴ്സ് ദിനം ആഘോഷിക്കുന്ന വേളയിൽ ഹോമിയോപ്പതിക്കുമുണ്ട് വിശേഷങ്ങൾ പറയാൻ. അന്തരിച്ച മുൻ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ബി.സി. റോയിയുടെ സ്മരണാർത്ഥമാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് ഹോമിയോപ്പതിയിൽ വിവിധ ചികിത്സാ സമ്പ്രദായങ്ങൾ അവലംബിക്കുകയും ഒട്ടേറെ രോഗികൾക്ക് ആശ്വാസം നൽകുകയുമായിട്ടുള്ള രണ്ട് ഡോക്ടർ ദമ്പതിമാരെയാണ് നമ്മൾ ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ പരിചയപ്പെടുത്തുന്നത്. ഡോക്ടർ കെ.ജി. സുനിലും മഞ്ജു സുനിലും. മോഡേൺ ഹോമിയോപ്പതിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ കൊട്ടാരക്കരയിലും പത്തനംതിട്ടയിലും നടത്തുന്ന ഈ സ്ഥാപനമാണ്. ഡോക്ടറെ ജൂലൈ 1 അന്നാണ് ഡോക്ടേഴ്സ് ദിനം ആഘോഷിക്കുന്നത്. ഹോമിയോപ്പതിക്കുമുണ്ട് വിശേഷങ്ങളൊക്കെ പറയാം. ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ നമുക്ക് ഹോമിയോപ്പതിക്ക് അതിൻ്റെതായ പങ്കുണ്ട്. കാരണം നമ്മൾ ഇന്ന് ലോകത്തിലെ വളരെയധികം ആൾക്കാർ നല്ല രീതിയിൽ ഈ ഹോമിയോപ്പതി ചികിത്സാ രീതി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് പൂർണ്ണ സുഖപ്രാപ്തി എന്നൊരു രോഗികളുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഹോമിയോപ്പതിക്ക് ഇന്നത്തെ കാലത്ത് വലിയ പങ്കുണ്ട്. ഡോക്ടർ സാമുവൽ ഹനീമാന് 200 വർഷം മുമ്പ് നമ്മുടെ ഹോമിയോപ്പതി രംഗത്തേക്ക് വരികയാണ്. അദ്ദേഹം അലോപ്പതി ഡോക്ടറായിരുന്നു, MD ഉള്ള ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിലെ അന്നത്തെ ചികിത്സാ രീതികൾ അത്ര വേണ്ടത്ര ഫലപ്രദമാകുന്നില്ലെന്ന് കണ്ട് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന് 14 ഭാഷകൾ അറിയാമായിരുന്നു. അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് ഫുള്ളൻസ് മെറ്റീരിയൽ മെഡിക്കൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സിങ്കോണ എന്ന് പറഞ്ഞ മരുന്നിന്റെ ബാർക്ക് അന്ന് മലേറിയക്ക് ചികിത്സയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം മലേറിയ മാറുന്നത് അതിന്റെ കൈപ്രസമാണെന്നാണ് ആ ബുക്കിൽ എഴുതിയിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇൻക്യൂസിറ്റീവായിട്ട് തോന്നി, കൈപ്രസമുള്ള എത്രയോ സാധനങ്ങളുണ്ട്, അതൊന്നും കഴിച്ചിട്ട് കുറയുന്നില്ലല്ലോ മലേറിയ. അപ്പൊ അദ്ദേഹം തന്നെ കഴിച്ചപ്പോൾ ഇപ്പൊ അത്ഭുതം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന് ഈ മലേറിയയുടെ ലക്ഷണങ്ങൾ അദ്ദേഹത്തിൽ കണ്ടു തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു നിഗമനത്തിലെത്തുന്നത്. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഒരു മരുന്ന് കഴിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അതേ ലക്ഷണങ്ങളുമായിട്ട് വരുന്ന രോഗിക്ക് അതേ ലക്ഷണങ്ങളുമായിട്ട് വരുന്ന ഒരു രോഗിക്ക് ഈ മരുന്ന് കൊടുത്താൽ മാറുന്നു. അതായത് ഉഷ്ണേന ശാന്തി എന്ന് പറയത്തില്ല, അല്ലെങ്കിൽ സമേന ശാന്തി എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടെയാണ് സാമ്യതയുള്ള ഒരു കാര്യം. അങ്ങനെയാണ് അതിന്റെ തുടക്കം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് നടത്തിയിട്ടാണ് അദ്ദേഹം ഈ ഹോമിയോപ്പതി ചികിത്സയിലേക്ക് എത്തുന്നത്. സാധാരണഗതിയിൽ ഒന്നുകിലെ ഭാര്യ ഡോക്ടർ ആകുമ്പോൾ ഭർത്താവ് വേറെ അലോപ്പതിയോ മറ്റെങ്കിൽ ആയുർവേദമോ അല്ലെങ്കിൽ സിദ്ധയൊക്കെയാണ്. പക്ഷെങ്കിൽ ഇത് രണ്ടുപേരും ഹോമിയോപ്പതിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് മഞ്ജു ഡോക്ടർ? ഞങ്ങൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആയതിനു ശേഷമാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. പക്ഷെ അത് ഞങ്ങൾ ഒരുമിച്ച് ഒരേ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഇതായിട്ട് തന്നെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാനും ഒരു വിഷയങ്ങളും ഇല്ലാതെ ഒരുമിച്ച് ഒരേ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മൾക്കത് വളരെ പ്രയോജനപ്രദവുമാണ്. കാര്യം രോഗികൾ ചിലർക്ക് വരുമ്പോൾ മെയിൽ ഡോക്ടേഴ്സിനോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് അത് വളരെ ഒരു ആശ്വാസകരമായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും. പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് കേസുകൾ ഡിസ്കസ് ചെയ്യാനും അതുപോലെ ഒരു മെഡിസിനിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് ഒരു ഡിസ്കഷനിലൂടെ കാര്യങ്ങൾ ചെയ്യുവാനും ഒരുമിച്ച് പഠിക്കുവാനും കൂടുതൽ റിസർച്ചുകൾ ചെയ്യുവാനും ഒക്കെ ഞങ്ങൾക്ക് അവസരങ്ങൾ അതുകൊണ്ട് കിട്ടുന്നുണ്ട്. ഒരുമിച്ച് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഒരേ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ. ഈ കൊറോണയ്ക്ക് ശേഷവും അതിനുശേഷം കേന്ദ്ര സർക്കാർ ആയുഷ് എന്നൊക്കെ പറഞ്ഞ ഒരു വകുപ്പ് രൂപീകരിക്കുകയൊക്കെ ചെയ്ത് ഹോമിയോപ്പതിയെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ എങ്ങനെയാണ് ഡോക്ടർ? അതെ, കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ആയുഷ് എന്ന് പറഞ്ഞ ഓരോ ലെറ്ററും പ്രധാനമാണ്. A എന്ന് പറഞ്ഞ ആയുർവേദ, Y എന്ന് പറഞ്ഞ യോഗ, U എന്ന് പറഞ്ഞ യുനാനി, S എന്ന് പറഞ്ഞ സിദ്ധ, H എന്ന് പറഞ്ഞ ഹോമിയോപ്പതി. അങ്ങനെ ഈ അഞ്ച് തരത്തിലുള്ള ചികിത്സാ രീതികളും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വലിയ വലിയ പ്രാധാന്യം ഈ സമാന്തര ചികിത്സകൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. വലിയ മാറ്റം ഹോമിയോപ്പതിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് വലിയൊരു അംഗീകാരവുമാണ്, വലിയൊരു മാറ്റവുമാണ് ഈ ഒരു ആയുഷ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഈ 5 ചികിത്സാ രീതികൾക്കും. അത് ഹോമിയോപ്പതി നല്ല മാറ്റം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഡോക്ടർ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ അങ്ങനെയും കൂടെ ഒരു പരിശീലനമായിട്ടുണ്ടല്ലോ, അതിന്റെ എന്തൊക്കെയാണ്? ഈ നമ്മൾ പറഞ്ഞ പോലെ ഹോമിയോപ്പതി ചികിത്സ പ്രധാനമായും നിൽക്കുന്നത്
നമ്മൾ നമ്മുടെ ഓരോ വ്യക്തിയുടെയും എന്താ പറയുക പിന്നെ ഇമ്മ്യൂണിറ്റി പവറിനെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് അവരിൽ അസുഖത്തിൽ നിന്ന് പുറത്തു വരിക ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പ്രതിരോധ സംവിധാനമുണ്ട്. അത് വീക്ക് ആകുമ്പോഴാണ് നമ്മൾ അസുഖത്തിലേക്ക് പോകുന്നത്. നമ്മുടെ ഹോമിയോപ്പതി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി തന്നെ അതിൽ നിന്ന് പുറത്തു വരാനുള്ള നമ്മൾ അതിനെ ട്രിഗർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ട്രിഗർ ചെയ്യാൻ ഹോമിയോപ്പതി ചികിത്സ പറ്റുന്നതോടൊപ്പം തന്നെ നമ്മൾ യോഗ, മെഡിറ്റേഷൻ ഇങ്ങനെ കാര്യങ്ങളും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ ഈ യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആവുകയും അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും, അതിൽ നമ്മൾ ഗവേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ്റെ ഞങ്ങൾ സീനിയർ ഫാക്കൽറ്റീസ് ആണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ അതിന്റെ ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കുള്ള പ്രോഗ്രാംസ്, യുവാക്കൾക്കുള്ള പ്രോഗ്രാംസ്, അത് ഡി അഡിക്ഷൻ പ്രോഗ്രാംസ്, ഈവൻ പിന്നെ യോഗ മെഡിറ്റേഷനോടൊപ്പം തന്നെ നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്തുകൊണ്ട് തന്നെ ഒരു ഡി അഡിക്ഷൻ പ്രോഗ്രാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ മൊത്തം ഒരുപാട് ആൾക്കാർക്ക് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മാറ്റം അതിനകത്തിൽ നമുക്ക് കാണുന്നുണ്ട്. ഒക്കെ രണ്ടുപേരും ചേരുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ മോഡേൺ ഹോമിയോപ്പതിക് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപനമായത്. ആ കൊട്ടാരക്കരയിലും പത്തനംതിട്ടയിലും എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ? എത്ര വർഷമായി ഈ മേഖലയിൽ ഇത് മോഡേൺ കൊടുത്തിട്ട്? പത്തനംതിട്ടയില് 1999 മുതലാണ്, ഒക്ടോബറിലാണ് അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. പത്തനംതിട്ടയിലാണ് ആദ്യം തുടങ്ങുന്നത്. 2010 മുതൽ കൊട്ടാരക്കരയിലും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് രോഗികളെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് രണ്ടിടത്തും. നമ്മൾ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ടും ഒക്കെ നമ്മൾ പേഷ്യൻസിനെ ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവർക്ക് നമ്മൾ 24 മണിക്കൂറും അവൈലബിൾ ആകുന്ന രീതിയിലാണ് നമ്മൾ പേഷ്യൻസിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ക്ലിനിക് ആണെങ്കിലും അവർക്ക് എമർജൻസി മെഡിസിൻസ് അവർക്ക് നമ്മൾ കയ്യിൽ കൊടുത്തു വിടാറുണ്ട്. ഏത് നിമിഷവും ഏത് സമയത്തും അവർക്ക് നമ്മളെ വിളിക്കുകയും അതിന് അനുസരിച്ച് മെഡിസിൻസ് കൊടുക്കുകയും ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ പോകുന്ന രണ്ട് ക്ലിനിക്കിന്റെയും. വളരെ നന്നായിട്ട് തന്നെ രണ്ടിടത്തും നമുക്ക് രോഗികൾക്ക് ആശ്വാസം പകരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വൈദ്യശാസ്ത്ര രംഗം ആശങ്കപ്പെടുന്ന, അല്ലെങ്കിൽ അവസാനം ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞിടത്ത് ഹോമിയോയ്ക്കൊരു മറുപടി കൊടുക്കാൻ പറ്റുമല്ലോ? തീർച്ചയായിട്ടും അവിടെയാണ് ഹോമിയോപ്പതിയുടെ പ്രാധാന്യം. ഇപ്പം നമുക്ക് പുതിയൊരു മെഡിസിൻ, ഒരു ഡിസീസ് വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കണ്ടെത്താൻ വേണ്ടി നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ചികിത്സാ രീതിയിൽ ആ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ട് ആ ലക്ഷണങ്ങൾക്ക് പറ്റുന്ന മരുന്ന് നമുക്ക് ഓൾറെഡി ഉണ്ട്. അത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ അഡ്വാൻറ്റേജ് ഏത് നിമിഷവും വരാൻ പോകുന്ന വൈറൽ ഡിസീസ് ആയാലും വരാൻ പോകുന്ന ഏത് ഡിസീസിനെയും നമ്മൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഉദ്ദീപിപ്പിക്കാൻ പറ്റുന്ന മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് ആ ഡിസീസിനുള്ള സിംറ്റംസ് കോറിലേറ്റ് ചെയ്തിട്ട് അത് കണക്ട് ചെയ്തിട്ട് നമുക്കതിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാൻ പറ്റും. കാരണം നമ്മുടെ മെഡിസിൻസ് പ്രൂവ് ചെയ്യുന്ന എന്താ പറയുക, നമ്മള് മൃഗങ്ങളിലോ ഗിനിപ്പന്നിയിലോ അല്ല. ഈ മരുന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ നമ്മുടെ മരുന്ന് കൊടുത്തിട്ട് അത് ഡോക്ടേഴ്സ് തന്നെയാണ് പ്രൂവ് ചെയ്യുന്നത്. അവരിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ കോഡ് ചെയ്തിട്ടാണ് നമ്മൾ മെഡിക്ക ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ ഉണ്ടാക്കാവുന്ന ലക്ഷണങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതേ ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മരുന്ന് രോഗിയായ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും വലിയ ഗുണം ഇതുപോലെ പാർശ്വഫലരഹിതമാണ്. ഒരിക്കലും നമ്മൾ ആ ക്രൂഡ് രൂപത്തിലല്ല ഈ മരുന്ന് കൊടുക്കുന്നത്. അതിന്റെ തനൂകരിച്ച് അതിന്റെ വേണ്ട ഡൈല്യൂഷൻ പൊട്ടൻറ്റൈസ് ചെയ്താണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പാർശ്വഫലം ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ നമുക്കത് വരാൻ പോകുന്ന ഏത് ഡിസീസിനെയും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ സിംറ്റംസ് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മരുന്നിന് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഹോമിയോപ്പതിയിൽ. 3 തലമുറയിലാണ് ഹോമിയോപ്പതിയുടെ ആവശ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി മോഡേൺ ഹോമിയോപ്പതിക് ആൻഡ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊട്ടാരക്കരയിലും പത്തനംതിട്ടയിലും വളരെ ജനകീയമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നത്. ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ എല്ലാവിധ ആശംസകളുമായി കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.